ഹലോ, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോണത് ഒന്ന് രണ്ട് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റുകളും നമ്മുടെ ഗാർഡൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന കറക്റ്റ് ലൊക്കേഷനുമാണ് ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോണത്. എൻ്റെ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് പാലക്കാടാണ്. പാലക്കാട് ടൗണിൽ നിന്നും ഒറ്റപ്പാലം ഷൊർണൂർ റോഡ് വന്നു കഴിഞ്ഞാൽ 4 കിലോമീറ്ററാണ് പാലക്കാട് ടൗണിൽ നിന്ന് എൻ്റെ ഗാർഡനിലേക്കുള്ള ദൂരം. ഈ ദൂരപരിധി എന്ന് പറയുന്നത് ഇവിടെ മേപ്പറമ്പ് ഒറ്റപ്പാലം റോഡിൽ വരുമ്പോൾ മേപ്പറമ്പ് കഴിഞ്ഞ് 2-ാം മൈൽ എന്ന സ്റ്റോപ്പിലാണ് നമ്മുടെ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഇവർ അടയാളം പറയുകയാണെങ്കിൽ അവിടെ ഹുണ്ടായി ഷോറൂമുണ്ട്. ഒരു 100 മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ നമ്മുടെ ഗാർഡനിൽ നിന്ന്. ഇവിടെയാണ് നമ്മുടെ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തതായി പരിചയപ്പെടുത്താൻ പോണ പ്ലാന്റ് അത്തിപ്പഴം എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിലൊക്കെ ഓരോരോ പ്ലാന്റും വെച്ച് പിടിപ്പിക്കേണ്ട ഒരു ഫ്രൂട്ട്സാണ് അത്തിപ്പഴം. ഈ അത്തിപ്പഴത്തിനുള്ള ഗുണങ്ങൾ ഒരുപാടുണ്ട്. അറിവുള്ളവരൊക്കെ ഒരുപാട് ഈ അത്തിപ്പഴത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഡ്രൈ ഫ്രൂട്ട്സായിട്ട് ഈ സാധനം വിപണിയിൽ ഇറങ്ങുന്നത്. ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്ന സാധനമാണ്. അപ്പോൾ വീട്ടുമുറ്റത്ത് നമ്മൾ അത്തിപ്പഴം വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരത്തിപ്പഴം വീട്ടുമുറ്റത്ത് വെച്ച് പിടിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. ഈ അത്തിപ്പഴത്തിൻ്റെ ഗുണം എന്താണെന്നുള്ളത് ഓൾറെഡി എല്ലാവർക്കും അറിയണതാണ്. അതുകൊണ്ടാണ് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വലിയ വില കൊടുത്തിട്ട് വാങ്ങണത്. അപ്പോൾ അത്തിപ്പഴം നമ്മുടെ ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ തന്നെ ഇഷ്ടംപോലെ കായ് പിടിക്കാനാണ്. നല്ല കായ് പിടുത്തുള്ള അത്തിച്ചെടികൾ നമ്മുടെ ഗാർഡനിലുണ്ട്. എല്ലാവർക്കും വന്ന് പർച്ചേസ് ചെയ്യാം. ഓക്കെ, അടുത്തതായി പരിചയപ്പെടുത്താൻ പോകുന്നതാണ് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ളതാണ്. മെഡിസിൻ കണ്ടൻറ്റ് ഏറ്റവും കൂടുതലുള്ളതാണ്. ശരീരത്തിന് നല്ല ഒരു ഫ്രൂട്ട്സാണ് ഈ മിറാക്കിൾ. അതിനോടുള്ള ഗുണങ്ങളല്ല, ഒരു ഷുഗർ പേഷ്യൻറ്റിന് കഴിക്കാൻ പറ്റിയൊരു ഫ്രൂട്ട്സാണ് മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ഗുണനിലവാരം ഗുണങ്ങളെന്താണെന്ന് വെച്ചാൽ ഇത് കഴിച്ചിട്ട്, ഈ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് പുളിയുള്ളത് എന്ത് കഴിച്ചാലും നല്ല മധുരമായിരിക്കും. ഈ ഷുഗർ പേഷ്യൻറ്റിനൊക്കെ മധുരം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ മിറാക്കിൾ ഫ്രൂട്ടിൻ്റെ ഒരു പഴം കഴിക്കുക. അത് കഴിച്ചിട്ട് നിങ്ങൾ പച്ച ചെറുനാരങ്ങ ലെമനോ കഴിച്ച് നോക്കുക. പുളിയുള്ളത് ഏത് പുളിയുള്ള വസ്തുക്കൾ കഴിച്ചാലും നല്ല മധുരമായിരിക്കും. ശരീരത്തിന് നമ്മുടെ വായിക്ക് നല്ല മധുരം അനുഭവപ്പെടും. അപ്പോൾ ഷുഗർ പേഷ്യൻ്റൊക്കെ മധുരം കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് കഴിക്കുക. ഇത് കഴിച്ചിട്ട് അത് മാത്രമല്ല, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ്. വീട്ടിലൊരു ഓർണമെൻ്റൽ പ്ലാന്റ് മാതിരി നമുക്ക് അലങ്കാര ചെടിയായിട്ട് വളർത്താൻ പറ്റിയൊരു സാധനമാണ് ഈ മിറാക്കിൾ ഫ്രൂട്ട്. ചട്ടിയിൽ വെച്ച് നമ്മുടെ സിറ്റ് ഔട്ടിലോ മുറ്റത്തോ എവിടെ വേണമെങ്കിലും ഇത് നമുക്ക് അലങ്കാര ചെടിയായിട്ട് വളർത്താം. അതിൽ നിന്ന് കിട്ടുന്ന ഫ്രൂട്ട്സ് നമുക്ക് കഴിക്കാം. അങ്ങനെ ഗുണങ്ങളുള്ളതാണ് ഈ മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഈ മിറാക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. ഫ്രൂട്ട്സ് കഴിക്കുക, അത് കഴിച്ചിട്ട് പുളിയുള്ളത് എന്ത് കഴിക്കുക. അപ്പോൾ നല്ല മധുരമായിട്ട് അനുഭവപ്പെടും. അതാണ് ഇതിൻ്റെ മിറാക്കിൾ. ഇപ്പോഴും പറയുന്നുണ്ട് പുളിക്ക് മാത്രമേ മധുരം കിട്ടുള്ളൂ. ചില ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കയ്പ്പൊക്കെ കഴിച്ചാൽ മധുരം ഉണ്ടാവും എന്നുള്ളത്. അത് ഞാൻ പറയാൻ തയ്യാറില്ല. പുളിയുള്ളത് മാത്രം കഴിക്കുക. എന്നിട്ട് മിറാക്കിൾ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം പുളിയുള്ളത് മാത്രം കഴിക്കുക. നല്ല മധുരം അനുഭവപ്പെടും. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൂട്ട്സുമാണ്. എല്ലാവർക്കും വീട്ടുമുറ്റത്ത് വളർത്താൻ പറ്റിയൊരു ചെടിയും കൂടിയാണ്. അലങ്കാര ചെടി, നിങ്ങൾ പൂച്ചെടികളുടെ ഒക്കെ ഇടയിൽ വെച്ച് വളർത്താൻ പറ്റിയ ഒരു ചെടിയാണ്. ചെറിയ ചട്ടികളൊക്കെ വെച്ചിട്ട് നമുക്ക് വളർത്താൻ പറ്റും. നിറയെ ഫ്രൂട്ട്സ് ഉണ്ടാവും. ഈ ഫ്രൂട്ട്സ് പുളി കഴിച്ച് കഴിഞ്ഞാൽ നല്ല മധുരമായിട്ട് അനുഭവപ്പെടും. അതാണ് ഇതിൻ്റെ മിറാക്കിൾ. ഓക്കെ.